തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. ഇന്നലെ രാത്രി അമ്മയും മക്കളും കൂടെ ഗൗരവമായിട്ടുള്ളൊരു ചർച്ച. മീനുവിന്റെ ആദ്യത്തെ ഓട്ടല്ലേ, അവളെ അമ്മയോട് ചോദിക്കണ ആർക്ക് ഓട്ടം കൊടുക്കട്ടെന്ന്. അതെന്തുപോലെ അങ്ങനെ? അതച്ഛാ ആദ്യത്തെ ഓട്ടല്ലേ, അപ്പൊ അമ്മയുടെ അച്ഛനെ ചോദിക്കാന്ന് വെച്ച്. ആഹാ, അമ്മ എന്തോന്ന് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ലേ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ. മോളെ, നിനക്ക് വോട്ടവകാശം തരുന്നത് തന്നെ ആരാണ് നല്ലത്, ആർക്ക് വോട്ട് കൊടുത്താലാണ് നമ്മുടെ രാജ്യം സമാധാനപൂർണമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രായമായതുകൊണ്ടാണ്. അവിടെ അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ആരുടെയും ഉപദേശം ഈ വോട്ട് വിനിയോഗിക്കുന്നതിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഒരു അവകാശമാണ് വോട്ടെന്ന് പറയുന്നത്. ഓരോരുത്തരും വരും, അവരുടെ നേട്ടങ്ങൾ നമ്മളോട് സംസാരിക്കും, ഒരുപാട് അവരുടെ നേട്ടങ്ങൾ അച്ചടിച്ച നോട്ടീസൊക്കെ തരും, പിന്നെ അനൗൺസ്മെൻറ്റ്, പല ബഹളങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതിലൊന്നും നമ്മൾ വീണു പോകരുത്. നിങ്ങളൊക്കെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അതുപോലെ വാർത്ത കേൾക്കുന്നവരാണ്, പത്രം വായിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഓരോരോ മാറ്റങ്ങളും ശ്രദ്ധയോടെ നോക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾക്കൊരു ചിന്തയുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്, ആ വ്യക്തിക്ക് ആര് പറയുന്നതും കേൾക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരമാണ് വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനമെടുത്തിട്ട് ആ വ്യക്തിക്ക് വോട്ട് കൊടുക്കണം. അച്ഛൻ പറയുന്നത് കേൾക്കണ്ട, അമ്മ പറയുന്നത് കേൾക്കണ്ട, കൂട്ടുകാരും ആരും നിങ്ങളെ ഇതിൽ സ്വാധീനിക്കാനുള്ള അവകാശമില്ല. ഈ വോട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. തീർച്ചയായിട്ടും ചിന്തിച്ച് തന്നെ ചെയ്യണം.